ഒരു താഴ്വാരത്തിൽ വലിയ ആളനക്കൊന്നും ഇല്ലാത്ത ശാന്തസുന്ദരമായൊരു സ്ഥലം. സോ ദിസ് ഗോണ ബി എ ഹോം ഫോർ ദ നെക്സ്റ്റ് 2 days. ടെന്റ് ക്യാമ്പിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ മിനിമൽ സെറ്റപ്പ് മാത്രം പ്രതീക്ഷിച്ചു വന്ന എനിക്ക് ഇവിടം വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് തോന്നിയത്. മലയിൽ നിന്നൊക്കെ ഇറങ്ങിയോണ്ടാവാം തണുപ്പ് അവിടെ വളരെ കുറവായിരുന്നു. ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇല്ല, ജനത്തിരക്കില്ല, ബിൽഡിങ്ങുകളില്ല. കറണ്ട് പോലും ദിവസത്തെ 4 മണിക്കൂറേ അവിടെ ഉണ്ടാവാറുള്ളൂ. ചായയും കാപ്പിയൊന്നും കുടിക്കാത്തവരെ പോലും ഒരു ചായ കുടിച്ചുകളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു പ്രത്യേകത ആ സ്ഥലത്തിനുണ്ട്. സംസാരിച്ചിരുന്നപ്പോഴേക്കും ഡിന്നറൊക്കെ റെഡിയായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിന്നറൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ടെക്കി ഗ്യാങ്ങിൻ്റെ കൂടെ ഞങ്ങളും കൂടി. എല്ലാവരും കന്നഡിഗാസ് ആയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ സിംഗാവുന്നൊരു ഗ്യാങ്ങായിരുന്നു. അങ്ങനെ ഡാൻസും മേളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 10 മണിയായി. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ആദിക്കും അന്നക്കുട്ടിക്കും യാത്രയിലൊരു മടുപ്പ് തോന്നാതിരിക്കാൻ അവരെ എപ്പോഴും എന്തിലേലൊക്കെ എൻഗേജ് ചെയ്യിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കറണ്ട് ഫോണും വൈഫൈയും ഒന്നും ഇല്ലാതെ ഒരു രാത്രി അങ്ങ് പോയി. രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പോയി. ഇവരുറങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് സമയം അതും നോക്കിയിരുന്നു. എ പെർഫെക്റ്റ് സണ്ണി ആൻഡ് കോൾഡ് മോർണിംഗ്. ഞാനൊന്ന് നടന്നിട്ട് വന്നപ്പോഴേക്കും എല്ലാവരും എണീറ്റിരുന്നു. 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത അന്നക്കുട്ടി പോലും ആ പ്ലേസിൻ്റെ കാംനെസ് ആസ്വദിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ചുറ്റുമുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ കാം ഡൗൺ ആവും. ഇതുപോലൊരു സ്ഥലവും ആംബിയൻസും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇതാണ് ജുമാ ഭയ്യ. ഈ റിസോർട്ടിൻ്റെ ഓണർ അദ്ദേഹമാണ്. ലഡാക്കിലെ ഒരു മെക്കാനിക്കായിരുന്ന അദ്ദേഹത്തിൻ്റെ ബൈക്കുകളോടുള്ള ഇഷ്ടം ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാവും. എവിടെ പോയാലും അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ആളുകളോ ഒന്നും ഒരു പ്രശ്നമല്ല. ഇവരെ ഞങ്ങൾ വീണ്ടും ഇവിടെ കണ്ടുമുട്ടിയിട്ടോ. ഇനി പോകാൻ പോകുന്നത് ഇൻഡോ പാക് ബോർഡറിലേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു അന്ന്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും ബൈക്ക് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി.